അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, പരിശുദ്ധമായ ശവ്വാൽ 8-ാം രാവിലെ മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ ശവ്വാൽ മാസത്തെ 2-ാമത്തെ വെള്ളിയാഴ്ച രാവിലെ മജ്ലിസ് കൂടിയാണ്. ദുആക്ക് ഇജാബത്തുള്ള രാവാണ്. അള്ളാഹു നമ്മിൽ നിന്ന് ഈ സദസ്സ് കബൂലാക്കട്ടെ. അള്ളാഹു പൊരുത്തപ്പെട്ട അടിയാറുകളിൽ അള്ളാഹുവേ ഞങ്ങളേവരെയും നീ ചേർക്കണേ റബ്ബേ. ഞങ്ങൾക്കൊക്കെ നീ മാപ്പ് നൽകണേ അല്ലാ. ഈമാന് കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ മനോഹരമാക്കി തരണേ റബ്ബേ. പടച്ചോനെ, ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ട ആരെയും നീ വഴികേടിലായവരിൽ പെടുത്തല്ല അല്ലാ. ഞങ്ങൾക്ക് നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. ഒരുപാട് ഉമ്മമാര്, സഹോദരിമാര്, സഹോദരങ്ങൾ പല വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞിട്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് അല്ലാ. ഓരോരുത്തരും പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായി നിനക്കറിയാം. കമന്റുകൾ ഞാൻ വായിച്ചു, അതുപോലെ മെസ്സേജിലൂടെയും നേരിട്ട് കാണുമ്പോഴൊക്കെ ദുആ കൊണ്ട് വസിയ്തവർ ആളുകളുണ്ട് റബ്ബേ. അവരുടെ വിഷമങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഏതൊരു കാര്യം പറഞ്ഞിട്ടാണ് ദുആ കൊണ്ട് വസിയതെങ്കിലും അള്ളാഹുവേ അതിനെ പെട്ടെന്ന് റാഹത്താക്കി കൊടുക്കണേ അല്ലാ. വിഷമങ്ങളൊക്കെ ദൂരീകരിച്ചു കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. അവർക്ക് വലിയ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെയൊക്കെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഖൈറായ സമയങ്ങളെ, ഖൈറായ രാവുകളെ ധന്യമാക്കുന്ന മുഅ്മിനീങ്ങളെ ഞങ്ങളെ ചേർക്കണേ റബ്ബേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മജ്ലിസ് ആരംഭിക്കുകയാണ്. ആത്മാർത്ഥമായിട്ട് എല്ലാവരും ചെല്ലുക, അവസാനം വരെ പങ്കെടുക്കുക. നിങ്ങൾക്കറിയാവുന്നവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ മജ്ലിസ് എത്താൻ അത് കാരണമാണ്. എല്ലാവരും സഹകരിക്കണം. അള്ളാഹു നമുക്ക് വലിയ ഖൈർ നൽകട്ടെ. ആദ്യമായി ഇന്നത്തെ രാവിലെ മരണപ്പെട്ടു പോയ, മുൻകാലങ്ങളിലെ ശവ്വാൽ 8-ാം രാവിലെ മരണപ്പെട്ടവരുമായ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് വേണ്ടി ഫാത്തിഹ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ സ്വീകരിക്കണേ. അതിന്റെ സവാബിന്റെ മിസ്ല് ഇന്നത്തെ രാവിലെ മരണപ്പെട്ടു പോയ, മുൻകാലങ്ങളിലെ ശവ്വാൽ 8-ാം രാവിലെ മരണപ്പെട്ടവരുമായ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുടെ അർവാഹിലേക്കും എത്തിക്കണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളിൽ നിന്ന് ആരെല്ലാം മൺമറഞ്ഞിട്ടുണ്ടോ അവരുടെയും അർവാഹിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും നിന്റെ ജന്നത്തുൽ ഫിർദൗസ് നൽകണേ അല്ലാ. പടച്ചോനെ, സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം നീ നന്നാക്കി തരണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒരു വട്ടം ചൊല്ലാം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ രാത്രി സമയത്ത് ഒരാൾ ചൊല്ലിക്കഴിഞ്ഞ് പ്രഭാതത്തിന് മുമ്പ് മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിലാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ചൊല്ലിക്കോളൂ മനസ്സറിഞ്ഞുകൊണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത خلقتني أنا أعبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي أبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. അല്ലാഹുവേ, ഞങ്ങൾ തെറ്റ് ചെയ്തവരാണെന്ന് സമ്മതിക്കുകയാണ്. ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ. നീയല്ലാതെ പുറത്തു തരുന്നവനില്ലല്ലോ അല്ലാ. ഞങ്ങൾക്കെല്ലാം നീ പുറത്തു തരണേ റബ്ബേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് സൂറത്തുൽ ബഖറയിലെ 2 ആയത്തുണ്ട്. അവസാനത്തെ 2 ആയത്ത് ആമന റസൂലു കൊണ്ട് തുടങ്ങുന്ന 2 ആയത്തുകൾ. ഒരു രാത്രി സമയത്ത് ഒരു മുഅ്മിനായ മനുഷ്യനത് പാരായണം ചെയ്താൽ അന്നത്തെ രാത്രിക്ക് അവനിക്കത് മതി. എല്ലാത്തിനും അല്ലാഹു തആല അതവനിക്ക് കാവലാക്കി മാറ്റുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഓതിക്കോളൂ, ഖുർആന്റെ ആയത്തുകളാണ്. ഓരോ ഹർഫിനിക്കും
10 ഹസനത്താണ് അള്ളാഹു നമുക്ക് നൽകുന്നത്. ആ 2 ആയത്തുകളിൽ എത്ര അറഫുകളുണ്ട്, എത്ര ഹസനത്തുകൾ നമ്മുടെ നന്മയുടെ അക്കൗണ്ടിലേക്ക് എത്തുമെന്ന് നമ്മൾ ഓർക്കണം. ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തോടെ ചൊല്ലിക്കോളൂ, ഓതിക്കോളൂ. അള്ളാഹു നമുക്ക് കബൂലിയത്ത് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി വഖാലൂ സമിഅനാ വഅതഅനാ ഗുഫ്രാനക റബ്ബനാ വഇലൈക്കൽ മസീർ. لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. അള്ളാഹുവേ, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്ത് അള്ളാഹിന്റെ റസൂൽ ഒരുപാട് മദ്ഹ് പറഞ്ഞ ആയത്താണ്, മഹാന്മാര് ഓതിയ ആയത്താണ്. അള്ളാഹുവേ, അത് ഓതിയ മുഅ്മിനായ മനുഷ്യനിക്ക് എന്തെല്ലാം ഫലങ്ങളാണോ നേട്ടങ്ങളാണോ നീ നൽകുന്നത്, അതെല്ലാം ഞങ്ങൾക്ക് നീ പൂർണ്ണമാക്കി നൽകണേ. ആ ആയത്തുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിന് സമാധാനം നൽകണേ. ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ അല്ലാ. പ്രവാസികൾക്കൊക്കെ നീ സംരക്ഷണം നൽകണേ റബ്ബേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്ത്, ആ ആയത്ത് പ്രയാസങ്ങളെ അകറ്റുന്ന ആയത്താണ്. ആ ആയത്ത് ഓതുന്ന ദിവസം അപകടങ്ങളൊന്നും ഉണ്ടാവൂല. മരണം വരെ, പ്രഭാതം വരെ, രാത്രി ഓതിയാൽ പ്രഭാതം വരെ മരിക്കൂല എന്ന് പറഞ്ഞ മഹത്തുക്കളുണ്ട്. അള്ളാഹു നമുക്കതിന്റെ പൂർണ്ണ പ്രതിഫലം നൽകട്ടെ. ഓതിക്കോളൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. സ്വീകരിക്കണേ അല്ലാ. ഈ 2 ആയത്തുകൾ ഓതിയ മുഅ്മിനായ മനുഷ്യന്മാർക്ക് എന്തെല്ലാം ഫലങ്ങളാണോ, എന്തെല്ലാം നേട്ടങ്ങളാണോ നീ നൽകുന്നത്, അതെല്ലാം ഞങ്ങൾക്ക് നൽകണേ. ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ച് തരണേ. ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കി തരണേ. രോഗങ്ങളും വേദനകളൊക്കെ ശിഫയാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൽ നീ ബറക്കത്തും ഖൈറും നൽകണേ അല്ലാ.
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ, ബാഖിയാത്തുസ് സ്വാലിഹാത്ത് എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ദിക്ർ നമുക്ക് ചൊല്ലാം. അല്ലാഹു നമുക്ക് സ്വീകാര്യത നൽകി അനുഗ്രഹിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 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 അല്ലാഹുവേ, സ്വീകരിക്കണേ റബ്ബേ. ശ്രേഷ്ഠമായ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഈമാൻ പൂർണ്ണമാക്കി തരണേ. ഞങ്ങൾക്കൊക്കെ തഖ്വ നൽകണേ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെയൊക്കെ ആഖിബത്ത് നന്നാക്കി തരണേ റബ്ബേ. പല വിഷമങ്ങളും പറഞ്ഞിട്ട് ദുആ കൊണ്ട് വസീയ ചെയ്ത് വരേണ്ട പടച്ചോനെ, അവരുടെ കാര്യങ്ങളൊക്കെ ഹൈറിലാക്കി കൊടുക്കണേ. സ്ഥിരമായി നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട്, അല്ലാഹ് വലിയ ബറക്കത്ത് അവർക്കൊക്കെ നൽകണേ റബ്ബേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് അഫ്ളലു ദിക്ർ 33 തവണ ചെല്ലാം. ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ നമ്മുടെ നാവിലൂടെ എപ്പോഴും ഉരുവിടേണ്ട ദിക്റാണ്. കാരണം മരിക്കുന്ന സമയത്ത് നമ്മുടെ നാവിൽ വരേണ്ട ദിക്റാണത്. അല്ലാഹു നമുക്ക് കബൂലിയത്ത് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കബൂലാക്കണേ അല്ലാഹ്. പടച്ചോനെ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മേൽ ജീവിച്ച് ആ കലിമത്ത് തൗഹീദ് ഉറക്കെ പറഞ്ഞ് മരിക്കാൻ ഞങ്ങൾക്കേവർക്കും ഭാഗ്യം നൽകണം അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് റബ്ബിനോട് മാപ്പ് ചോദിക്കാം, ഇസ്തിഗ്ഫാറിനെ തേടാം. അല്ലാഹു നമുക്ക് അല്ലാഹു നമ്മുടെ തെറ്റുകളൊക്കെ പുറത്തു തരണേ, പുറത്തു തരട്ടെ. മനസ്സിൽ മുറാദുകൾ കരുതിക്കോളൂ. മുറാദ് കരുതിയിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അല്ലാഹു പെട്ടെന്ന് ഹാസിലാക്കി തരും. അല്ലാഹു നമുക്ക് സ്വീകാര്യത നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി 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 അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി
അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. നാഥാ, ഞങ്ങൾക്കെല്ലാം പുറത്തു തരണേ, തെറ്റിനെ തൊട്ട് ഞങ്ങളെ തടയണേ അല്ലാ. ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും ഉസ്താദുമാർക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ പുറത്ത് കൊടുക്കണേ അല്ലാ. പടച്ചോനെ, ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഹലാലായ മുറാദുകളൊക്കെ പെട്ടെന്ന് ഹാസിലാക്കി തരണേ അല്ലാ. വിഷമങ്ങളും ടെൻഷനുകളും പ്രയാസങ്ങളൊക്കെ നീ മാറ്റിത്തരണേ നാഥാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ട രാവാണ്. ഹബീബായ തങ്ങളുടെ മേൽ നമുക്ക് മുനാജാത്ത് സ്വലാത്ത് അല്പം ചെല്ലാം. എല്ലാവരും രണ്ട് കൈകളും ഉയർത്തിയിട്ട് കൂടെ ചൊല്ലിക്കോളൂ. അള്ളാഹു ഹബീബിന്റെ ഹളറത്തിലേക്ക് ഇന്നത്തെ രാവിലൊക്കെ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് നേരിട്ട് എത്തിച്ചു കൊടുക്കും. ആ രൂപത്തിൽ നമ്മളിവിടെ ചൊല്ലുന്ന സ്വലാത്ത് അള്ളാഹു കബൂലാക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഖലീലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ നബിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഖൈറ ഖൽഖില്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ മൻ ഇഖ്താറഹുല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ മൻ അർസലഹുല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ മൻ സയ്യനഹുല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ മൻ ശറഫഹുല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ മൻ കറമഹുല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ മൻ അല്ലമഹുല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഇമാമൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഖാതിമൻ നബിയ്യീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ ശഫീഅൽ മുദ്നിബീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂല റബ്ബിൽ ആലമീൻ. അല്ലാഹ് കബൂലാക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് 33 തവണ ഹബീബായ തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലിയിട്ട് ദ്വാരക്കാം. വെള്ളിയാഴ്ച രാവിലെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുള്ള പ്രാർത്ഥനയാണ്. സ്വലാത്ത് ചൊല്ലിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റഹ്മത്തൽ ലിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റഹ്മത്തൽ ലിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റഹ്മത്തൽ ലിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റഹ്മത്തൽ ലിൽ ആലമീൻ.
അസ്സലാത്തു വസ്സലാമു അലൈക യാ റഹ്മത്തൽ ലിൽ ആലമീൻ 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 അസ്സലാത്തു വസ്സലാമു അലൈക യാ റഹ്മത്തൽ ലിൽ ആലമീൻ. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദുആ ചെയ്യുകയാണ്. ആത്മാർത്ഥമായിട്ട് എല്ലാവരും ആമീൻ പറയുക. പരിശുദ്ധമായ രാവിലെ ശ്രേഷ്ഠമായ ദിക്റുകൾ, സൂറത്ത്, സ്വലാത്തൊക്കെയാണ് നമ്മൾ ചൊല്ലിയത്. അള്ളാഹു നമുക്ക് കബൂലിയത്ത് നൽകട്ടെ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക. പലരും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഖൈറ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحابه سيدنا محمد صلى الله عليه وسلم. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയതും ചൊല്ലിയതൊക്കെ കബൂലാക്കണേ. ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അദറത്തിലേക്ക് അതിന്റെ സവാബിന്റെ മിസ്ലെത്തിച്ചു കൊടുക്കണേ. സകല അംബിയാ മുർസലീങ്ങളുടെയും ഔലിയാക്കന്മാരുടെയും ശുഹദാക്കളുടെയും ബദരീങ്ങളുടെയും മഹാന്മാരായ റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെയും അഹ്ലി ബൈത്തിന്റെയും ആലിന്റെയും ഔലാദിന്റെയും ഞങ്ങൾ ഉസ്താദുമാർ മശായിഖന്മാരൊക്കെ അർവാഹിലേക്ക് ഇതിന്റെ സവാബിനെ മിസ്ലെത്തിക്കണേ. അവർക്കെല്ലാം അവരുടെയൊക്കെ ദറജ ഉയർത്തണേ റഹ്മാനെ. അവരുടെ ഫൈലും മദദും നുസ്റത്തും തിരുനോട്ടവും ഞങ്ങളിലേക്ക് എപ്പോഴും നൽകണേ അല്ലാ. അവരുടെ ബർക്കത്ത് കൊണ്ട്, ഈ വെള്ളിയാഴ്ച രാവിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാ ഞങ്ങൾക്ക് നീ ഇജാബത്ത് നൽകണേ. നിന്നിലേക്ക് ഉയർത്തിയ കരങ്ങളെ നീ വെറുതെ മടക്കല്ല അല്ലാ. കബൂലാക്കണേ അല്ലാ. പടച്ചോനെ, ഒരുപാട് തെറ്റ് ചെയ്ത ദോഷികളാണ്, മാപ്പാക്കണേ. ഹറാമിൽ നിന്ന് ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണേ അല്ലാ. ഹൃദയം പരിശുദ്ധമാക്കി തരണേ അല്ലാ. ഒരു മോശത്തരങ്ങളില്ലാത്ത, അസദില്ലാത്ത, കിബറില്ലാത്ത, ലോകമാന്യമില്ലാത്ത നിഷ്കളങ്കമായ ഹൃദയം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഈമാൻ പൂർണ്ണമാക്കണേ അല്ലാ. ഇബാദത്തുകളൊക്കെ സ്വീകരിക്കണേ അല്ലാ. ധാരാളം ഖുർആൻ പാരായണം ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാ. ദിക്റിന്റെ മജ്ലിസിൽ മുടങ്ങാതെ പങ്കെടുക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. തഖ്വ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. നല്ലവരാക്കണേ അല്ലാ. അവരുടെ പരീക്ഷകളിലൊക്കെ ഉയർന്ന മാർക്കോടെ വിജയം നൽകണേ അല്ലാ. അവരൊക്കെ കൺകുളിർമയുള്ളവരും ഉപകാരമുള്ള മക്കളുമാക്കണേ അല്ലാ. ഒരു ഫിത്തനയെ തൊട്ടും എല്ലാ ഫിത്തനകളെ തൊട്ടും അവരെ നീ കാക്കണേ അല്ലാ. പടച്ചോനെ,
ദുആ കൊണ്ട് വസീത് ഒരുപാട് പേരുണ്ട്. പല വിഷമങ്ങളും പ്രയാസങ്ങളാണ് പറഞ്ഞത്. പടച്ചോനെ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ചു കൊടുക്കണേ അല്ലാ. കാര്യങ്ങളൊക്കെ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ. ഈ മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ അല്ലാ, വലിയ ബറക്കത്തും ഖൈറും അവർക്ക് നൽകണേ അല്ലാ. പടച്ചോനെ അവരുടെ ജീവിതം, കുടുംബജീവിതം, ദാമ്പത്തിക ജീവിതമൊക്കെ നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ. പടച്ചോനെ ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ ഞങ്ങളുടെ മനസ്സിൽ ഒരുപാടുണ്ട്, പെട്ടെന്ന് ഹസിലാക്കി തരണേ അല്ലാ. പടച്ചോനെ പല വിധത്തിലുള്ള രോഗങ്ങളെ കൊണ്ട്, വേദനകളെ കൊണ്ട്, പടച്ചോനെ തലവേദന, ഊരവേദന, മുട്ടുവേദന, കാലുവേദന, അള്ളാഹുവേ ഊരവേദന, പടച്ചോനെ പല വേദനകളും പല രോഗങ്ങളെ കൊണ്ടും പരീക്ഷിക്കപ്പെടുന്നവർ പലരും ഞങ്ങളെ കൂട്ടത്തിലുണ്ട്, ഞങ്ങളോട് ബന്ധപ്പെട്ടവരിലുണ്ട്. നാദാ ഞങ്ങൾക്കും അവർക്കും നീ പൂർണ്ണമായ ശിഫാ നൽകണേ അല്ലാ. നീ മാത്രമാണ് ഷാഫി റബ്ബേ, നീ ശിഫാ നൽകണേ. ഞങ്ങൾക്ക് ഇനി ആഫിയത്തും ഹിദായത്തും നിലനിർത്തി തരണേ റബ്ബേ. നീ പൊരുത്തപ്പെട്ട ഡിയാറുകളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. ഈ വർഷം ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് പടച്ചോനെ മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും റാഹത്തോടെ ചെയ്യാൻ തൗഫീക്ക് നൽകണേ അല്ലാ. വരും വർഷങ്ങളിൽ അല്ലാഹുവേ ഞങ്ങൾക്കും ആ മഹാഭാഗ്യം നൽകണേ അല്ലാ. ഹബീബായ തങ്ങളെ ഒരുപാട് തവണ സിയാറത്ത് ചെയ്യാൻ, അവിടുത്തെ കാണാൻ ഭാഗ്യം നൽകണേ. മഹാമഹത്തുക്കളായ ഒരുപാട് ഔലിയാക്കന്മാർ ലോകത്തിന്റെ പല ഭാഗത്തും മറവിട്ട് കിടക്കുന്നുണ്ട്. അവരെ സന്ദർശിക്കാൻ, അവരുടെ മസാറുകൾ സന്ദർശിക്കാൻ ഭാഗ്യം നൽകണേ. ജീവിച്ചിരിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്. അവരിലേക്കൊക്കെ ഞങ്ങളെ നീ എത്തിച്ചു തരണേ. അവരോടെ കണ്ട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്യാൻ തൗഫീക്ക് നൽകണേ അല്ലാ. പടച്ചോനെ വീടില്ലാത്ത പ്രിയപ്പെട്ട സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. പലരും സങ്കടത്തോടെ ദുആ കൊണ്ട് വസിയുന്നു. പടച്ചോനെ അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് ഒരു സന്തോഷമുള്ള ഭവനം നൽകണേ അല്ലാ. പടച്ചോനെ കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, വീട്ടാനുള്ള വഴി തുറന്നു കൊടുക്കണേ പടച്ചോനെ. മക്കളില്ലാത്തവരുണ്ട്, മക്കളെ നൽകണേ അല്ലാ. പടച്ചോനെ അള്ളാഹുവേ വിവാഹം ശരിയാവാത്ത, വിവാഹ പ്രായമെത്തിയതായ ചെറുപ്പക്കാരുണ്ട്, ചെറുപ്പക്കാരികളുണ്ട്. അല്ലാ അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് പടച്ചോനെ ഒരു ദാമ്പത്തിക ജീവിതം നൽകണേ അല്ലാ. ഹൈറായ ദാമ്പത്തിക ജീവിതം നൽകണേ പടച്ചോനെ. പൈസ കൊടുത്തിട്ട് തിരിച്ചു തരാതെ വിഷമിക്കുന്നവരുണ്ട് റബ്ബേ. വാങ്ങിയ ആളുകൾക്ക് അത് തിരിച്ചു കൊടുക്കാനുള്ള മനസ്സ് കൊടുക്കണേ അല്ലാ. പടച്ചോനെ ജോലിയില്ലാത്തവരുണ്ട്, ഹൈറായ ജോലി നൽകണേ. ഉള്ള ജോലിയിൽ ഉയർച്ച ആഗ്രഹിക്കുന്നവരുണ്ട് റബ്ബേ, അവർക്ക് നീ ഉയർച്ച നൽകണേ. കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്, അവർക്ക് കച്ചവടത്തിന് നീ അഭിവൃദ്ധിയും ബറക്കത്തും നൽകണേ അല്ലാ. പടച്ചോനെ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ ഞങ്ങളിലുണ്ട്. ഞങ്ങളുടെ ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, അതിൽ വല്യപ്പയുണ്ട്, വല്യമ്മയുണ്ട്. പടച്ചോനെ അള്ളാഹുവേ അവരുടെയൊക്കെ ഹലറത്തിലേക്ക് ഞങ്ങളുടെ ഈ സവാബിനെ മിസിലെത്തിക്കണേ. അവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകണേ. അവർക്കും ഞങ്ങൾക്കും സ്വർഗം നൽകണേ പടച്ചോനെ. ഞങ്ങൾക്കെല്ലാം നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് നൽകണേ അല്ലാ. ആഫിയത്തോടെ നൽകണേ പടച്ചോനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി സ്വർഗം കണ്ട് മരിക്കുന്ന മുഅ്മിനീങ്ങളെ ഞങ്ങളെ ചേർക്കണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങൾക്ക് നീ ഖൈറ് നൽകണേ. ഷർറിനെ തൊട്ടൊക്കെ ഞങ്ങളെ കാക്കണേ റബ്ബേ. മടി ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീ ഒഴിവാക്കി തരണേ റബ്ബേ. അശക്തതയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഭീരുത്വത്തെ തൊട്ട് കാക്കണേ അല്ലാ. മനസ്സിന് നല്ല കരുത്തും ഹിമ്മത്തും ധൈര്യവും നൽകണേ അല്ലാ. നല്ല തുമഇനീനത്ത് ഞങ്ങളെ മനസ്സിന് നൽകണേ റബ്ബേ. ഞങ്ങളൊക്കെ നീ നന്നാക്കണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الأنبياء والمرسلين والحمد لله رب العالمين آمين. السلام عليكم ورحمة الله.